നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിലെല്ലാം ഫർണിച്ചറുണ്ട്. ഫർണിച്ചർ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ചിതൽ തിന്ന് പോകുന്നതാണ് കാണുന്നത്. ഇനി ചിതൽ തിന്ന് പോകില്ല. ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടെങ്കിലേ മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഫർണിച്ചർ കാർന്ന് തിന്നുന്ന ചിതലിനെ ഓടിക്കാം. ചിതലുകൾ വീടിൻ്റെ ഫർണിച്ചറുകളെയും വാതിലുകളെയും നശിപ്പിക്കുന്നത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന ഒന്നാണ്. രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചിതലുകളെ തുരത്താൻ സഹായിക്കുന്ന ചില ഫലപ്രദമായ മാർഗങ്ങൾ നോക്കാം. ചിതലുകളെ അകറ്റാൻ ഏറ്റവും മികച്ച പ്രകൃതിദത്ത മാർഗമാണിത്. വേപ്പെണ്ണയിലെ ഘടകങ്ങൾ ചിതലുകളുടെ വളർച്ചയെ തടയുകയും അവയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. വേപ്പെണ്ണ മുക്കി ഒരു കോട്ടൺ തുണിയിലോ ബ്രഷിലോ വേപ്പെണ്ണ മുക്കി ചിതൽ ബാധിച്ച ഭാഗങ്ങളിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. ആവർത്തിച്ച് ചെയ്യുന്നത് ചിതലുകളെ പൂർണ്ണമായും മാറ്റാൻ സഹായിക്കും. ഇനി ചിതലുകളെ ഇല്ലാതാക്കാൻ അടുത്ത വഴി നമുക്ക് നോക്കാം. ചിതലുകളുടെ ശരീരത്തിലെ ജലാംശം വറ്റിച്ച് കളയാൻ ഉപ്പുവെള്ളത്തിന് സാധിക്കും. ഉപ്പുവെള്ളം ഒരു സ്പ്രേ ബോട്ടിലിൽ നിറച്ച് ചിതൽ പുറ്റുകളിലോ തടിയിലുള്ള സുഷിരങ്ങളിലോ തളിക്കുക. ഇനി അടുത്ത മാർഗം നോക്കാം. അരക്കപ്പ് വിനാഗിരിയിൽ 2 നാരങ്ങയുടെ നീര് കലർത്തുക. ഈ മിശ്രിതം ചിതൽ കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ സ്പ്രേ ചെയ്യുക. മികച്ച ഫലത്തിനായി ആഴ്ചയിൽ 2 തവണ ഇത് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത മാർഗം നോക്കാം. ബോറിക് ആസിഡ് പൊടി വെള്ളത്തിൽ കലർത്തി തടിയിലുള്ള വിള്ളലുകളിലും പുറ്റുകളിലും ഒഴിക്കുക. കുട്ടികളോ വളർത്തുമൃഗങ്ങളോ ഉള്ള വീടാണെങ്കിൽ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണം. ചിതലുകൾ പെരുകാൻ പ്രധാന കാരണം ഈർപ്പമാണ്. പൈപ്പുകളിലെ ചോർച്ച മാറ്റുകയും തടി ഉരുപ്പടികൾ നനയാതെ സൂക്ഷിക്കുകയും ചെയ്യുക. ഓർക്കുക, ചിതൽ ബാധിച്ച ഫർണിച്ചറുകൾ മാറ്റാൻ കഴിയുമെങ്കിൽ അവ നല്ല വെയിലത്ത് 2-3 ദിവസം വയ്ക്കുക. സൂര്യപ്രകാശവും ചൂടും ചിതലുകളെ നശിപ്പിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചിതലുകളെ ഫർണിച്ചറിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.